ഇയാൾ തിരിച്ചുപോയി, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? നല്ല മൂഡിലല്ലോ. അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ലീവ് മീ അലോൺ. ഏയ്, അത് ശരിയല്ലല്ലോ. തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന്. അതിനെ മറികടക്കാൻ പല വഴികളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും. പ്ലീസ്, നിങ്ങൾ നിർത്താമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ജീവിതത്തിന്റെ നിരർത്ഥകത. എനിക്ക് വയ്യ. എന്തേ? ശരി, അങ്ങോട്ട് കടക്കുന്നില്ല. പറയൂ, എന്താണ് അനിതയുടെ പ്രോബ്ലം? എവിടെയാണ് പിഴച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം? പരിഹാരം ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും. കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാണ് ഞാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ. അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കേൾക്കുമ്പോ എന്താ, തികഞ്ഞ യോഗ്യന്മാര്. പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയെ എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? But I don't like him. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എൻഗേജ്മെന്റ് റിംഗ്. എന്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണ്ണമോതിരത്തിന്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഢിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് തരില്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കയറ്റുക, അരുണിനെ വാശി കയറ്റുക. അനിത, ജസ്റ്റ് ഒരു ജോക്ക്. ഞാൻ തന്നെ കാണാൻ വന്നതാ. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്കാവില്ല. ഷട്ട് അപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവനെന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി എടി നിന്റെ നാക്ക് ഞാൻ. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആന്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല.
ആ ലക്ഷ്മി വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അനന്താ എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നുപോയാൽ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിൽ എത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ കിന്നാരം പറയാണ്ട് വേമ്പ് പാൽ കൊണ്ട് കൊടുക്കാൻ നോക്കാം. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാതല്ലടി, മഞ്ഞക്കാരൊരു താലിയും കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യം പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്താളോ അത്യാവശ്യം വേണ്ടത്. முத்து காதல் அப்படிதான்டா, பொம்பளை மனசை நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല, ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ട. ஆமா ஆமா. யாருது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள். അല്ല എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരോ പാർട്ടിയാന്ന്. എടി കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ കോഴി? അയ്യാ അമ്മ വാങ്ങ വാങ്ങ അയ്യാ വാങ്ങ യാ കോഴി കിലോ 35 രൂപതാ. വാങ്ങ യാ കോഴി വാങ്ങ വാങ്ങ കോഴി. അയ്യാ കോഴി വാങ്ങലിയാ? சார் கோழி வாங்கலையா? என்ன விலை மக்களோ? 35 ரூபாய் தான். 35 ரூபா 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? புரிக்கி. கோழி வாங்குறீங்க? ஒரு கோழி போடுமா. ஏய் ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்லை போடுமா. காப்பியா காப்பியா குடு காப்பியா காப்பியா காப்பியா. ஒரு கிலோ இருக்கு மாதிரி. என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே? இல்ல. இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി அப்பதான் കൂട്ടം வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറുവാണേ എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൂട്ടി പോടി. ഒരെണ്ണൊഴുകി. என்ன ഊത്തിടാ. அதுவா? கோழி என்னம்மா? வாங்க கோழி 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 கிலோ 35 ரூபாய் கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ, ഒരു കോഴിയെ പറ്റും. പക്ഷെ മേജർ സാഹൻ നമ്മുടെ ആ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാ കാര്യം. ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ? മേജർ സാറാ? സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചു പൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், எல்லாம் சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தரேன்.
കാശും തരണം. ഓ തരാം. ആ, ആ. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய் ஒரு ஸ்மால் கிடைச்சா இந்த கிழவி சொந்தம் பந்தம் ஒன்றும் பார்க்காது நீங்க பாருங்க. നിർത്തടി നിർത്ത. എന്താ മുത്തിയമ്മേ, ഇന്ന് കാലത്തിന് പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വരട്ടോ ഒക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാണോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്? ഞാൻ പറ്റതോ? നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ട് പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ, ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ കേട്ടോ. இந்தாமா கோழி இப்படி பணத்தை எடு. முதல்ல பணத்தை கொடுமா. ഇല്ലങ്ക, ഇന്നമ്മ പോയി சொல்லுது. അല്ലല്ല, ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. അയ്യോ മുത്തിയമ്മേ, എന്താ ഇത്? இந்தாமா பணத்தை எடுத்து கொடுமா. கோழி இப்படி எடுத்து கொடு. இல்லங்க. எடு பணத்தை எடுத்து கொடு. കോഴി വാങ്ങ വാങ്ങ, നല്ല കോഴി, നല്ല ഇറച്ചി കോഴി. கோழி என்ன விலை? വിലയെല്ലാം കമ്മി தான், കിലോ 30 ரூபா. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் அல்ல. எனக்கு 2 கோழி வாங்க, கொடுக்குறேன். இருங்க 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 இருங்கய்யா. கொடுங்க. ஆ, 1 கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க. ஆ. நமக்கு போடுங்க சார். വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതില്ല. ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി. ഇന്ന് കച്ചവടം തകർത്ത് കളഞ്ഞല്ലോ. ഒരു വാശി ഉണ്ടായിരുന്നു. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഒരു ഇത് കയറുന്നേ. അപ്പോ രണ്ടിലും നിറഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ? എന്തായി, അമ്മയ്ക്ക് എഴുതിയോ അതോ? എഴുതി. ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കിടാം, പിണങ്ങാം, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ദിവസവും കലങ്ങി തെളിയും. അതെ, ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു. കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടല്ലോ. പിന്നെ വിതയ്ക്കുന്നത് കൊയ്യൊന്നല്ലേ രായപ്പാ? ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. ആ, പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളെ. എടി മോളെ ലക്ഷ്മി, ഒരു 2 രൂപ താടി. ഒന്ന് പോ മുത്തിയമ്മേ, നീ ഗുണം പിടിക്കത്തില്ലടി നാശമേ. അറുമുഖ അവിടെ. വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായ എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ഈ ബിസിനസ്? പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്. ഛെ, ഇതെങ്ങനെയാ ഒന്ന് തൊട്ടുകൂട്ടാനില്ലാതെ? ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ ഇറങ്ങേ. ഞാനിതാ വന്നു. ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിത് എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ? ലൈറ്റ് രായപ്പാ, വരില്ല സാർ. മാറ്. പെങ്ങളെ കൂട്ടിക്കൊടുക്കണോ? പോരാ. അരുത്. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവടിശകൾക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ? ഇല്ല സർ, ന്യായീകരിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നുമില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പൊയ്ക്കോട്ടെ. ഇല്ല മോളെ, പറഞ്ഞാലേ എൻ്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. ഈ ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സാർ. അവക്ക് ഞാനും. ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചുകൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കണ്ണൻ, സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടമായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല.
കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ. ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു. കണ്ണൻ ഇവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാ ചന്തു എന്നടാ അവൻ രംഗൻ എന്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ. എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തല തല്ലി കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ. അവന്റെ ആളുകൾ തല്ലി ചതച്ചൊരു വിഴുപ്പ് പാണ്ടം പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ, ഞാൻ ചത്തോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ച് തരാൻ, മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണി ഉരിയേണ്ടി വന്നു സാറേ, എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ. ഇപ്പോ ജീവനുണ്ടെന്നേ ഉള്ളൂ, ഈ ശരീരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നിട്ട് കണ്ണൻ അയാളെവിടെ? അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. കുറച്ചുനാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നെന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു. അവിടുന്നും പോയെന്നാ അറിഞ്ഞത്.